അവർക്ക് വഴങ്ങണമല്ല. എല്ലാവരും ഇന്ന് പറയുന്നത് ഞാനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. മുമ്പൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ തൗഹീദ, ഞങ്ങൾ മുജാഹിദ, ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെയാ. ഒരാളൊന്നുമില്ല. ഇവിടെ നിന്ന് 3 വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒന്നത് തഖ്ലീദിനെ നിങ്ങൾ സ്വീകരിക്കണം. അത് കുറെ ആളുകൾ ഉള്ളിലേക്ക് വരും, കുറെ ആളുകൾ പുറത്തു പോകും. അടുത്ത് തവസ്സുൽ സ്വീകരിക്കണം, അപ്പൊ കുറച്ച് ആളുകൾ പുറത്തു പോകും. ഇസ്തിഗാസ സ്വീകരിച്ചില്ലെങ്കിൽ മഹദരി വേണ്ട നിങ്ങൾക്ക്. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിളിക്കൽ ഹറാമെന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ നിങ്ങൾ മഹദരിയാണ്. അത് ശിർക് ഉണ്ടായാൽ നിങ്ങളുടെ മഹദരി അല്ല, വഗൈരിഹാ. ഇത് വേണം. ഇത് വേണമ്പോഴാണ് നിങ്ങൾ സുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട്, പുതിയ അഖീദാവോട് ഇവിടെ വരുന്ന മുജാഹിദായാലും ജമാഅത്തുകാരായാലും തബ്ലീഗുകാരന്മാരായാലും നല്ലോണം കേട്ടോ. മഹദറത്തുൽ ഖാദിരിയ്യാന്റെ അഖീദ നല്ലോണം കാതു കൊടുത്ത് കേട്ടോ. തബ്ലീഗുകാരന്മാരായാലും കെട്ട മോശമായ ത്വരീഖത്തിലേക്ക് ഉള്ളവരായാലും അവരിലേക്ക് നിങ്ങൾ പോകരുത്. അതൊക്കെ ളാല് മുളല്ലുകളാണ്. അവരോട് നിങ്ങൾക്ക് ബന്ധം വേണ്ട. അവര് മുബ്തദീനകളാണ്. അരുമയാണ് സഹോദരങ്ങളെ, മനസ്സിലായില്ല? ഞാനാണ് എല്ലാവർക്കും തലയെക്കെട്ട് കെട്ടി കൊടുത്തത്. ആ തലയെക്കെട്ട് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ കെട്ടാണ്, മറ്റുള്ളവർ കെട്ടലില്ലേ. അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിക്കുന്നത് മാത്രമല്ല, അതിലേക്ക് ജീവിക്കണം. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. അതനുസരിച്ച് നിങ്ങൾ ജിഹാദ് ചെയ്യണം. അതനുസരിച്ച് പഠിച്ചു കൊടുക്കണം. അത് അറിയാത്തവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഹക്കിനുള്ളത്. കൽബിൽ സുബൂത്താക്കി തരണം. അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ബറക്കത്ത് ജാഹു കൊണ്ട് അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ നിങ്ങളെ. അല്ലാഹു അങ്ങനെ ആക്കി നല്ല ഉഖറവിയായ നല്ല ആലിമീങ്ങളാക്കി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതോടുകൂടി നല്ല അദബുള്ളവരായിട്ട് അല്ലാഹു തആല ആക്കട്ടെ. അദബില്ലെങ്കിൽ ഇബ്ലീസായി പോകും.